ഹലോ ഗൈസ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. CSIR-ൻ്റെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 22/3/2025 ഓക്കെ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 21/4/2025, അതായത് ഏപ്രിൽ 21 അതേപോലെ തന്നെ ഇതിൻ്റെ CBT എക്സാമും അതിനുശേഷം ഒരു ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. CBT എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നത് മെയ് ജൂൺ ആയിരിക്കും. അതേപോലെ തന്നെ പ്രൊഫഷൻസി ടെസ്റ്റ്, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ജൂൺ മാസത്തിലാണെന്നാണ് അവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ എത്ര വേക്കൻസി ആണോ ഉള്ളത് നോക്കുവാണെങ്കിൽ ഇവിടെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണോ വിളിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫറും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ ജനറൽ, അതുപോലെ തന്നെ ഫിനാൻസ്, അക്കൗണ്ട് ആൻഡ് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ വേക്കൻസി കോഡ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം, കാരണം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ വേക്കൻസി കോഡ് ടിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം വേക്കൻസി കോഡ് ഒന്ന് സെർച്ച് വെക്കാം. അതേപോലെ തന്നെ എത്ര പോസ്റ്റ് വേക്കൻസി ആണെന്ന് ചോദിച്ചാൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് 177 വേക്കൻസി ആണുള്ളത്. അതേപോലെ തന്നെ ഇതൊരു ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സാലറി സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 19,000 ആണ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 മതി. +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അഡീഷണൽ ആയിട്ട് ടൈപ്പിംഗ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 28 ആണ്. അത് കൂടാതെ SC/ST OBCക്കാർക്ക് 5 വർഷവും 3 വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയും അതേപോലെ തന്നെ പേ സ്കെയിലും ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും. ഇനി ജൂനിയർ സ്റ്റെനോഗ്രാഫർ വരുവാണെങ്കിൽ അത് 32 വേക്കൻസി വിളിച്ചിട്ടുള്ളൂ, എങ്കിൽ പോലും അത് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതേപോലെ തന്നെ ഇത് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഇതിൻ്റെ സാലറി എന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 25,000 ആണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇതിനും ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 ആണ്. പക്ഷേ +2 ആയിരുന്നാൽ പോലും നമ്മൾ ടൈപ്പിംഗ് ടെസ്റ്റിന് ഇല്ലാ നേരത്ത് സ്റ്റെനോഗ്രാഫിംഗ് പഠിക്കുന്ന ഏജ് എന്ന് പറയുന്നത് 27 ആണ്. മറ്റ് കാസ്റ്റിന് അതിൻ്റേതായ ഏജ് റിലാക്സേഷനും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസിയാണ്. മീൻസ് അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമുള്ള, അതായത് ഓരോരോ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കും വിളിച്ചിരിക്കുന്ന വേക്കൻസി കൊടുത്തേക്കുന്നതാണ്. ജനറൽ കാറ്റഗറിക്കും OBCക്കും SCക്കും STക്കും EWSനും ഒക്കെ ഉള്ളത്. ടോട്ടൽ 177 ഉള്ളൂ ജൂനിയർ സെക്രട്ടേറിയറ്റ്. അതിൽ തന്നെ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെഡ് ക്വാർട്ടേഴ്സിനെയൊക്കെ വിളിച്ചേക്കുന്ന വേക്കൻസിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫറിന് 32 വേക്കൻസി ഉള്ളൂ. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന വേക്കൻസി ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഉള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. അതേപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ വരുവാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് OBCക്ക് EWS കാൻഡിഡേറ്റിന് 500 രൂപയാണ് ഫീസ് വരുന്നത്. അതേപോലെ തന്നെ വുമൺ SC/ST PWD എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. ഓക്കെ, ഇത് ഓർത്തേക്ക്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/4/2025 ആണ്. അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് SCക്ക് STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും PWD 10 വർഷവും ബാക്കിയുള്ള കാറ്റഗറിക്കൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം എന്ന് പറയപ്പെടുന്നത് ഈ SC/ST OBC EWS PWD എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾ SC/ST OBC EWS PWD എക്സ് സർവീസ്മാൻ കാറ്റഗറിക്കും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അതും സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം അപ്ലൈ ചെയ്യാൻ. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് അതിനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അൻഷർ 1ഉം 2, 4, 5, then 10, 11, 12 ഇത്രയും അൻഷറിൽ കൊടുത്തിട്ടുണ്ട്. ഓരോരോ കാറ്റഗറിയുടെയും സർട്ടിഫിക്കറ്റ് അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തുനിന്ന് നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിയിലോട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അതായത് തഹസിൽദാരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ വാലിഡ് അല്ല എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് വരുന്നത്
സിലബസ് നോക്കാം. സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ജൂനിയർ സ്റ്റെനോഗ്രാഫറിൻ്റെ സിലബസ് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഇതിനൊരു CBT എക്സാം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ OMR ബേസ്ഡ് എക്സാം വേണം. ആ എക്സാമിന് ഇംഗ്ലീഷിലും ഉണ്ടാകും ഹിന്ദിയിലും ഉണ്ടാകും. ഡിഫോൾട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും. അതേപോലെ +2 ബേസിസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. 200 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 2 മണിക്കൂർ ആണ് ആളുകൾക്ക്, ജനറൽ ആളുകൾക്ക് വരുന്നത് 2 മണിക്കൂർ. പിന്നെ ഈ സ്ക്രൈബിനൊക്കെ ആണെങ്കിലാണ് എക്സ്ട്രാ ഒരു 40 മിനിറ്റ് കൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം 2 മണിക്കൂറാണ് എക്സാം, OMR എക്സാം. ജൂനിയർ സ്റ്റെനോഗ്രാഫറിൻ്റെ കാര്യം പറയുന്നത്. അതിൻ്റെ സിലബസ് നോക്കുവാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 50 മാർക്ക്. 0.25 ആണ് നെഗറ്റീവ് മാർക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സും 50 ക്വസ്റ്റ്യൻ, 50 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജും അതിന് 100 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ 100 മാർക്കാണ്. 0.25 ആണ് അതിന് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. അത് പാസ്സാവുന്നവരെ അവർ സ്റ്റെനോഗ്രാഫർ ടൈപ്പിംഗ് ടെസ്റ്റിലേക്ക് വിളിക്കും. അത് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും, ഹിന്ദിയും ഉണ്ടായിരിക്കും. ടൈം ഡ്യൂറേഷൻ ഇംഗ്ലീഷിലാണെങ്കിൽ 15 മിനിറ്റും ഹിന്ദിയിലാണെങ്കിൽ അത് 65 മിനിറ്റും ആണെന്നാണ് റെഫർ ചെയ്തേക്കുന്നത്. ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്, നമുക്ക് ഇത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിൻ്റെ സ്പീഡ് ലിമിറ്റ് ഇവിടെ പറയുന്നുണ്ട്, 18 വേർഡ്സ് പെർ മിനിറ്റ് ആണ് സ്പീഡ് ലിമിറ്റ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സ്റ്റെനോഗ്രാഫ് ടൈപ്പിംഗ് പഠിച്ചവർക്കൊക്കെ കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ബേസ് ചെയ്യുന്നവരെയാണ് അവർ മെറിറ്റ് ലിസ്റ്റിലേക്ക് വിളിക്കുന്നത്. ഒന്ന് ഓർക്കുക, പ്രൊഫഷ്യൻസി ടെസ്റ്റ്, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. ഓക്കെ, പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഇസ് എ ക്വാളിഫയിങ് നേച്ചറാണ്, അല്ലാതെ അത് റാങ്ക് ഒന്നും നിർണ്ണയിക്കുന്നില്ല. റാങ്ക് നിർണ്ണയിക്കുന്നത് നമ്മുടെ CBT എക്സാം ബേസിസിലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമ്മളത് അവർ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന കാറ്റഗറി നോക്കാം. ജൂനിയർ സെക്രട്ടേറിയറ്റ് ജനറൽ ഫിനാൻസ്, അക്കൗണ്ട്സ്, സ്റ്റോർസ് ആൻഡ് പർച്ചേസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കും. ഇത് പേപ്പർ 1, പേപ്പർ 2 2 പേപ്പർ എക്സാം ആണ് നടക്കുന്നത്. സിംഗിൾ ഡേയിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പേപ്പർ 2 ചിലപ്പോൾ ആഫ്റ്റർനൂൺ സെക്ഷനായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇതും ഇംഗ്ലീഷും ഹിന്ദിയും നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. +2 ബേസിസ് ആയിട്ടായിരിക്കും. 200 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ടൈം അലോട്ട് ചെയ്തേക്കുന്നതും 2 മണിക്കൂർ 30 മിനിറ്റ് ആണ് ടൈം അലോട്ട് ചെയ്തേക്കുന്നത്. ഇത് പേപ്പർ 1 എടുക്കുകയാണെങ്കിൽ അത് 90 മിനിറ്റ് എക്സാം ആണ്. 90 മിനിറ്റ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ് നടക്കുന്നത്. അത് 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 200 മാർക്കിനാണ് വിളിക്കുന്നത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൽ അവിടെ നെഗറ്റീവ് മാർക്ക് നമുക്ക് വരുന്നതേ ഇല്ല, നോൺ നെഗറ്റീവ് മാർക്ക്. അപ്പം നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിനില്ല, പേപ്പർ 1-നില്ല. ഇനി പേപ്പർ 2-ലാണ് വരുന്നതെങ്കിൽ അവിടെ ടൈം അലോട്ട് ചെയ്തേക്കുന്നത് 1 hour ആണ്, 1 മണിക്കൂറാണ്. അവിടെ ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ 150 മാർക്കാണ്. അതായത് ഓരോ മാർക്കിനും ഓരോ കറക്റ്റ് ആൻസേഴ്സിനും 3 മാർക്ക് വെച്ചായിരിക്കും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ തെറ്റുത്തരത്തിനും 1 നെഗറ്റീവ് മാർക്കും നമ്മുടെ നിന്ന് ഡിഡക്റ്റ് അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജും അതിന് 50 ക്വസ്റ്റ്യൻസ് ആണ്. 115 ആണ് മാക്സിമം മാർക്ക്. 3 മാർക്കാണ് ഓരോ കറക്റ്റ് ആൻസേഴ്സിനും കിട്ടുന്നത്. ഓരോ നെഗറ്റീവ് മാർക്കിനും 1 വെച്ച് അത് ഡിഡക്റ്റ് ചെയ്യും. അപ്പം അതിൽ പാസ്സാവുന്നവരെ അവരെവിടെ വിളിക്കും? പ്രൊഫഷ്യൻസി ടെസ്റ്റിന് വിളിക്കും, അതായത് ടൈപ്പിംഗ് ടെസ്റ്റിന് വിളിക്കും. അത് ഇവിടെ നോക്കാം, മറ്റേത് ജൂനിയർ സ്റ്റെനോഗ്രാഫറിൽ 80 വേർഡ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ ഇത് 35 വേർഡ്സ് പെർ മിനിറ്റേ ഉള്ളൂ. ഇവിടെ ടൈം എന്ന് നോക്കേണ്ടത്, ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 10 മിനിറ്റ് ആണ്, 10 മിനിറ്റ്സ് ആണ് എന്ന് ഓർത്തിരിക്കുക. 10 മിനിറ്റേ ഉള്ളൂ. 35 വേർഡ്സ് പെർ മിനിറ്റ്. ഹിന്ദി ടൈപ്പിങ്ങും ആകാം, ഇംഗ്ലീഷ് ടൈപ്പിങ്ങും ആകാം, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എന്നാണ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഇതാണ് ഇതും. അതുപോലെ തന്നെ ക്വാളിഫയിങ് നേച്ചർ മാത്രമേ ഉള്ളൂ പ്രൊഫഷ്യൻസി ടെസ്റ്റ്. CBT ബേസിസിലായിരിക്കും അവർ റാങ്ക് നിർണ്ണയിക്കുന്നത്. അതേപോലെ ഇവിടെ പറയുന്നുണ്ട് മിനിമം കട്ട് ഓഫ്, പേപ്പർ 1-ൽ മിനിമം കട്ട് ഓഫ് ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ല, അപ്പോൾ അത്രയും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് പേപ്പർ 1. പേപ്പർ 2-ലാണ് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് പറയുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അതേപോലെ നമ്മുടെ മാർക്ക് ഷീറ്റ്, ഇപ്പോൾ +2-ൻ്റെ ആണെങ്കിൽ +2-ൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഇൻകം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇൻകം അപ്ലോഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യണം. അതേപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്തായാലും SC/ST OBC-കാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ OBC-കാർക്കാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അനക്ഷർ 1-ഉം
2 ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോം. ഇത് വേണം പ്രിൻ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ, അതായത് തഹസിൽദാരെ കണ്ട് സിഗ്നേച്ചറും ഫില്ല് ചെയ്ത് വാങ്ങിക്കാനായിട്ട്. ഇതാണ് SC/STയുടെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള ഫോം. അതേപോലെ തന്നെ ഓരോ കാറ്റഗറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് OBCയുടെ ആണ്, OBCയുടെ വാങ്ങിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് EWCയുടെ ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാത്തിനും ജസ്റ്റ് ഈ അനക്ഷറി താഴെ കിടപ്പുണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മറക്കാതെ നോക്കുക, 21/4/2025 അപ്പം ഇത് താമസിയാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ താങ്ക് യു.